ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യൽ വ്ളോഗാണ്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാനിങ്ങനെ എന്താ പറയുക, ഈ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഇത് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നാളായി ഞാൻ ഗാലറിയിൽ ഇട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ചധികം ഡ്രാഫ്റ്റ്സ് ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഫസ്റ്റ് അത് പോസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഇതൊക്കെ പോസ്റ്റ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടിട്ട് ഞാനിതങ്ങോട്ട് ഫസ്റ്റ് വ്ളോഗ് ചെയ്തിടാമെന്ന് ഓർത്തു. എന്നിട്ട് പിന്നെ വഴിയെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിനൊരു സ്റ്റോറിയൊക്കെ ഉണ്ട്. ഞാനൊരു പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബ്രോഡ്വേയിൽ വന്നേക്കുന്നത്. ബ്രോഡ്വേ എന്ന് പറയുമ്പോഴത്തേക്കും എറണാകുളം ബ്രോഡ്വേ ആണ്. മേത്ര ബസാറിലാണ് ഞാൻ വന്നേക്കുന്നത്. ഞാനെൻ്റെ മിക്ക ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. ഇവിടെ കുറച്ചധികം ഷോപ്സ് ഉണ്ട്. നമ്മൾ ഓരോരോ കടയിൽ കയറിയിട്ട് നോക്കി എടുക്കണം. ചിലപ്പോൾ നമ്മൾ സ്ഥിരം എടുക്കുന്ന കടയിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ വാണ്ടർ ചെയ്ത് നമ്മൾ തപ്പി എടുക്കുമ്പോഴാണ് ഓരോന്ന് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് സ്ക്യൂർ വേണമായിരുന്നു, പിന്നെ ഇതുപോലെയുള്ളൊരു ഡബിൾ സൈഡ് ടേപ്പ് വേണമായിരുന്നു, പിന്നെ കുറച്ചധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ പിന്നെ പല സ്ഥലത്ത് പോയിട്ടാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിച്ചത്. ഇവിടെ ഇങ്ങനെ ഹാമ്പേഴ്സൊക്കെ മിക്ക കടയിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ വാങ്ങണം എന്നുണ്ടെങ്കിൽ എല്ലാ കടയിലും ചെന്നിട്ട് റേറ്റ് കമ്പയർ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. എൻ്റെ മമ്മിക്ക് ഒരു മാല വേണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ മാല നോക്കാൻ വന്നതാണ്. ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ കുറേ മാലയൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ കടയൊന്നും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. റേറ്റ് കമ്പയർ ചെയ്തിട്ട് എടുക്കുക, പറ്റുമെങ്കിൽ ബാർഗെയിൻ ചെയ്യുക. അതാണ് നമ്മുടെ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ തറവാട്ടിലേക്കാണ് പോകുന്നത്. അമ്മാമ്മേനെ ഒന്ന് കാണണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ പോകുന്ന വഴി എന്തായാലും അമ്മാമ്മക്ക് കുറച്ച് പഴംപൊരിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. കാരണം അമ്മാമ്മക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ പഴംപൊരിയൊക്കെ വാങ്ങിച്ചു നടന്നാണ് പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് ടു 15 മിനിറ്റൊക്കെ നടക്കാനുണ്ട്. ഞാൻ നോർമലി ഓട്ടോയ്ക്കാണ് പോകുന്നത്. എനിക്ക് മടിയാണ്. പിന്നെ ഞാൻ ഓർത്തു കുറച്ച് ഫണ്ടൊക്കെ സേവ് ചെയ്യാമെന്ന് ഓർത്ത് ഞാനിപ്പോൾ നടന്നാൽ പോകുന്നത്. ഞാൻ അവിടെ ചെന്ന് ചായ കുടിച്ചതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇത് എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട് ദേവു, അപ്പുറത്ത് കിടക്കുന്നത് എൻ്റെ അനിയത്തിയാണ് അരു. അപ്പോൾ അരുവിന് നമ്മളൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോയത് തന്നെ. ഇവനിപ്പോൾ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ ആ ഒരു സർപ്രൈസിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അറിയുന്നില്ല അത് ഇവന് തന്നെയുള്ള ഗിഫ്റ്റാണെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ വേഗം നടന്ന് അവർ ട്യൂഷൻ ക്ലാസ്സിലേക്കും പോയി, ഞാൻ വീട്ടിലേക്കും വന്നു. എനിക്ക് വിശന്നുകൊണ്ടിട്ട് ഞാൻ പഫ്സ് വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചു. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ അടുത്ത ദിവസമായി. ഇന്നാണ് നമ്മൾ അരുവിനെ സർപ്രൈസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ശരിക്കും ഒരു 2 മാസം മുന്നേ നടന്നതാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്കത് കുറച്ച് ലേറ്റായി പോയി സർപ്രൈസ് ചെയ്യാൻ. കഥയൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഇങ്ങനെ കുഞ്ഞു പൂച്ചയൊക്കെ ഇപ്പോൾ വീട്ടിലുണ്ട്. അത് വന്ന് സ്റ്റെപ്പിലിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കും അമ്മക്കും ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബാൽക്കണിയിൽ നമ്മൾ എന്താ പറയുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിക്കും. ഞാൻ ആക്ച്വലി ഒരു 5 മണി തൊട്ട് എന്തോ എഴുന്നേറ്റിരിക്കുവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കെന്താണെന്ന് അറിയില്ല, ഇങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുള്ള ദിവസങ്ങളിലൊന്നും ഉറക്കം വരില്ല. നിങ്ങൾക്ക് അങ്ങനെയാണോ? എനിക്കങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും അടുത്ത ദിവസം എന്തെങ്കിലും ബിഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നൊരു 3 മണി 3:30 ആയപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ എഴുന്നേൽക്കുകയും ചെയ്തു. എഴുന്നേറ്റപ്പോൾ 5 മണിയായിട്ടുണ്ടായി. പിന്നെ ഞാൻ രാവിലെ തന്നെ ഫ്ലവർ ഷോപ്പിൽ പോയി ഫ്ലവറൊക്കെ വാങ്ങിച്ചു. നമ്മൾ റോസാണ് വാങ്ങിച്ചത്. അരുവിനിഷ്ടം ഒരു പിങ്ക് കളറിലെ റോസാണ്. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിച്ചത്. ഞാനൊരു 8 എണ്ണം എന്തോ വാങ്ങിച്ചിട്ടുണ്ടായി. അതും പിന്നെ കുറച്ച് ഇലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർപ്രൈസ് എന്താണെന്നുള്ളത് നിങ്ങൾ തംബ്നെയിലാണെങ്കിലും റിവ്യൂവിലാണെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ട്വിസ്റ്റഡിൻ്റെ ഈ ഒരു സീരീസ് കൊണ്ടിട്ടുള്ള ബുക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിലിട്ട് വെച്ചേക്കുന്ന ഒരു ഐറ്റമാണ് ഈ ട്വിസ്റ്റഡ് സീരീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുക്ക് ഉണ്ടാക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.
അപ്പോൾ ഞാനിതിൻ്റെ വെറും കോർഡിനേറ്റർ മാത്രമാണ്. എനിക്ക് ഈ ഓർഡർ തന്നത് വേറൊരാളാണ്. അരുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അൽഫിയാണ് എനിക്ക് ഈ ഓർഡർ തന്നത്. അരുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളും കൂടിയാണ് അൽഫി. അപ്പോൾ ഞാനും അൽഫിയും കൂടി ഒരു നവംബർ ലാസ്റ്റ് തൊട്ടേ പ്ലാൻ ചെയ്ത് തുടങ്ങുവാണ് എന്താണ് സർപ്രൈസ് കൊടുക്കേണ്ടതെന്നുള്ളത്. കാരണം അരുവിൻ്റെ ബർത്ത്ഡേ December 28 പക്ഷെ നമ്മളിത് കൊടുത്തപ്പോൾ ജനുവരി ഒരു ഓൾമോസ്റ്റ് 10 ആവാറായി. എനിക്ക് തോന്നുന്നു January 28 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ തന്നെ എന്തോ ആയിരുന്നു നമ്മളിത് കൊടുത്തത്. ഫസ്റ്റ് നമ്മൾ തീരുമാനിച്ചത് ഹാമ്പർ കൊടുക്കാനായിരുന്നു. ഹാമ്പറിൽ ബുക്സൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിച്ചത്. പിന്നെ നമ്മൾ ഓർത്ത് വേണ്ട, ബുക്ക് ബൊക്കെ കൊടുക്കാമെന്ന്. കാരണം ബുക്ക് ബൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇമോഷനാണല്ലോ. അത് ബുക്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടി ആകുമ്പോഴത്തേക്കും എന്തായാലും ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആകും. അരുവിനെന്ന് വെച്ചാൽ ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ ബുക്കൊക്കെ നല്ലോണം വായിക്കും. ഞാനൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെക്കും, ഇടയ്ക്ക് വായിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ അവിടെ തറവാട്ടിലോട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു സ്റ്റഡി ടേബിൾ നിറച്ചും ബുക്കാണ്. അത്രയും ബുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ബുക്ക് ബൊക്കെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അതും ഫേവറേറ്റ് സീരീസുള്ള ഒരു ബുക്കൊക്കെ വെച്ചിട്ടുള്ള ബുക്ക് ബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിയല്ലേ, എന്തോരം സർപ്രൈസ്ഡ് ആവും എന്നുള്ളത് എനിക്ക് നല്ലോണം ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബുക്ക് ബൊക്കെ മതി എന്ന് പറഞ്ഞ് ഫിക്സൊക്കെ ചെയ്തു. യൂഷ്വലി കുറേ അധികം ബൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ബുക്ക് വെച്ചിട്ടുള്ളൊരു ബൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായില്ല. പിൻട്രസ്റ്റിൽ ഞാൻ കുറേ ഇൻസ്പോ നോക്കിയായിരുന്നു. അപ്പോൾ നോർമൽ ബൊക്കെ ഷീറ്റൊക്കെ വെച്ച് ചെയ്യുന്നതൊന്നും കണ്ടിട്ട് എനിക്ക് അത്ര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. ഇതുപോലെ വിൻറ്റേജ് ആയിട്ടുള്ള പേപ്പറിൽ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്പോ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ അൽഫിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അൽഫിക്കും ഡബിൾ ഓക്കെ, അത് തന്നെ മതി, കാരണം കുറച്ച് ക്യൂട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ഇൻസ്പോ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അതിന് പറ്റിയ പേപ്പർ ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ബ്രോഡ്വേയിൽ ഞാൻ മാക്സിമം പറ്റുന്നത്ര കടയിൽ കയറി ഇറങ്ങി നോക്കി, പക്ഷേ ആ ഒരു പേപ്പർ ഉണ്ടായില്ല. ഇതൊരു ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ GSM കുറച്ച് കുറവുള്ള ചാർട്ട് പേപ്പർ. പക്ഷെ നമ്മളെടുക്കുന്ന ബൊക്കേക്ക് ഇത്രയും GSM വേണ്ടായിരുന്നു. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കണക്കിന് നന്നായി. കാരണം കീറിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ ഭയങ്കര കുറവാണ്. അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ. മറ്റാണെങ്കിൽ ചിലപ്പോൾ മേ ബി ഒന്ന് കീറിപ്പോകാനോ അല്ലെങ്കിൽ നല്ലോണം ചുളുങ്ങാനുള്ള ചാൻസസ് ഒക്കെ കൂടിയാണേ. അപ്പോൾ ഇതെടുത്തത് എന്തായാലും നന്നായി. പക്ഷേ ഇതിൽ ഞാൻ ചെയ്തേക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഇടുന്ന ചാർട്ട് പേപ്പർ രണ്ടാക്കി മുറിച്ച് അത് പിന്നെ ഒട്ടിച്ചൊക്കെ വെക്കുന്നുണ്ട്. എനിക്ക് തന്നെ മനസ്സിലായില്ല ഞാൻ എന്തിനാണ് അത് ചെയ്തതെന്നുള്ള കാര്യം. മൊത്തത്തിൽ എനിക്ക് ചെറിയൊരു വെകിളിയും വെപ്രാളം ഉണ്ടായിരുന്നു. കാരണം അൽഫി വരുന്നുണ്ടായിരുന്നു. ഇവർ പാലയിലാണ് പഠിക്കുന്നത്. അരു നീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് അങ്ങനെ ഫ്രണ്ട്സായതാണ് ഇവർ. അപ്പോൾ അൽഫിയൊക്കെ പാലയിലാണുള്ളത്. അപ്പോൾ പാലയിൽ നിന്ന് അവർ കൊച്ചി വരെ വരുവാണ്. അൽഫിയും ഫൈസും കൂടിയാണ് വന്നത്. ഫൈസുവും അരുവിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ അവർ രണ്ടും കൂടി ഓൾറെഡി എനിക്ക് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തി, ബസ് കയറി, ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, ദൈവമേ അവർ വന്നിട്ടത് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും. കാരണം ഫസ്റ്റായിട്ട് ചെയ്യുന്നില്ലേ, അതുകൊണ്ട് ചെറിയൊരു ടെൻഷനൊക്കെ എനിക്കുണ്ടായി. അപ്പോൾ നമ്മൾ ക്ലിങ് റാപ്പ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്യൂർ വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുമ്പോൾ ബുക്ക് ഡാമേജ് ആവാതിരിക്കാനാണ്. അപ്പോൾ ഞാൻ 3 സ്ക്യൂർ വെച്ചിട്ടാണ് ഇതിപ്പോൾ സെക്യൂർ ചെയ്യുന്നത്. കാരണം ഈ സീരീസിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഈ ബുക്കിന്, ഓരോ ബുക്കിനും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എന്താ പറയുക, ഹോൾഡ് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ സ്ക്യൂർ വെച്ചിട്ട് നല്ലോണം സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വട്ടത്തിലും നീളത്തിലും ഒക്കെ ഞാൻ സെല്ലോ ടാപ്പ് ഒട്ടിക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും ഈ സ്ക്യൂറും ബുക്കും തമ്മിൽ ഇളകി പോകരുത്. അതായിരുന്നു എൻ്റെ ആ ഒരു ടൈമിലുള്ള മോട്ടീവ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഞാൻ ഈ ബുക്ക് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായില്ല. ബാക്കി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോളറോയിഡ് ബൊക്കെ, പോളറോയിഡും റോസും ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ള ബൊക്കെ, ചോക്ലേറ്റും പോളറോയിഡ്സും മാത്രം വെച്ചിട്ടുള്ള, അല്ലാതെ ഫ്രഷ് ഫ്ലവർ ബൊക്കെ, അങ്ങനെ പല രീതിയിലുള്ള ബൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബുക്കെന്ന് പറയുമ്പോഴത്തേക്കും നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം മാക്സിമം സെക്യൂരിറ്റി നമ്മൾ കൊടുക്കണം. അതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക, കുറച്ച് ടാസ്ക് ആയിരുന്നു. ഇതിപ്പോൾ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നല്ല ടാസ്ക് ആയിരുന്നു. അപ്പോൾ ബുക്കിൻ്റെ വെയിറ്റ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴത്ത് ഞാൻ ആ ഒരു ഫോം ബോർഡ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ നെയിം ഒയാസിസ് ബോർഡെന്നോ ഒയാസിസ് ഫോമെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഞാൻ കടയിൽ ചെന്നിട്ട് അടയാളങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഈ സാധനം എടുത്തത്. കാരണം ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കുറേ പ്രാവശ്യം അന്വേഷിച്ചപ്പോഴൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. നമ്മളിപ്പോൾ ഫ്രഷ് ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നനച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ച് നല്ലതാണ്. ഫ്ലവേഴ്സ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും.
ഞാനിത് കുറച്ച് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ 2 സൈഡ് ചേർത്ത് വെക്കുമ്പോഴത്തേക്കും ഒരു സൈഡിന് വീതി കൂടുതലും ഒരു സൈഡിന് വീതി കുറവുമായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. നോർമലി ഞാൻ ഈ ഒരു പാർട്ട് തെർമോക്കോൾ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഈ തെർമോക്കോളിൽ സ്ക്യൂവർ കുത്തി വെക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ബുക്കും കൂടിയല്ല, നല്ല വെയിറ്റ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ഈ സംഭവം എടുത്തന്നേ ഉള്ളൂ. തെർമോക്കോൾ വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ആ സെല്ലോ ടാപ്പ് ഡിസ്പെൻസറിൽ നിന്ന് അതൊക്കെ വലിച്ചൂരി നല്ലോണം സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ചാർട്ട് പേപ്പറിൻ്റെ പീസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു. ഞാൻ ചുരുട്ടി വെച്ചിട്ടൊക്കെ നോക്കി, പക്ഷെ ശരിയായില്ല. പിന്നെ ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു ഷീറ്റാണ്. ഞാൻ പോളറോയിഡ് ലോക്കൽ പിക്കപ്പിനൊക്കെ ഇങ്ങനത്തെ ഒരു ഷീറ്റിൽ റാപ്പ് ചെയ്താണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ താഴത്തെ പാട്ട് ചെയ്തത്. അത് കുറച്ചും കൂടി എനിക്ക് മടക്കാനൊക്കെ ഈസി ആയിരുന്നു. പിന്നെ താഴത്തെ പാട്ടില്ല, അത്ര നമുക്ക് വെയിറ്റൊന്നും അവിടെ താങ്ങേണ്ടി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ഓർത്ത് കുഴപ്പമില്ല, കട്ടി കുറഞ്ഞ ഒരു ഷീറ്റാണെങ്കിലും ഞാൻ അത് വെച്ചിട്ട് തന്നെ മാനേജ് ചെയ്തു. അപ്പോൾ ഫ്ലവേഴ്സ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നും ഒരു തുണിയിൽ വൈപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുന്നത്. അങ്ങനെ ഓരോ ഫ്ലവേഴ്സും ഞാനിങ്ങനെ വെച്ച് നോക്കി എങ്ങനെയാണ് ഇരിക്കുമ്പോൾ നല്ലതെന്ന് നോക്കിയിട്ട് അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്തു. എനിക്കാണെങ്കിൽ ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ട് കൊടുക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടം സൺഫ്ലവറാണ്, പക്ഷെ അതിങ്ങനെ ഇവിടെ കിട്ടാറൊന്നുമില്ല. റോസാണെങ്കിലും എന്തോ എനിക്കൊരു ഇഷ്ടം തന്നെയാണ് ഫ്ലവേഴ്സിനോട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലവേഴ്സ് കൊടുക്കുന്നത് എനിക്ക് കുറച്ച് ടാസ്ക് ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഞാൻ കുറച്ച് ജിപ്സവും കൂടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഫൈനൽ ലുക്ക് ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെയ്ത് വന്നപ്പോൾ. കാരണം നമ്മുടെ ഇൻസ്പോയിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടും ക്യൂട്ടായിട്ടായിരുന്നു ഇതിനൊരു ഫൈനൽ ലുക്ക് വന്നത്. എന്തോ ഒരു കുറവുള്ള പോലെ എനിക്ക് തോന്നിക്കൊണ്ടിട്ട് ഞാനൊരു റിബണും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റിബണും കൂടി ആഡ് ചെയ്തപ്പോഴത്തേക്കും നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഡബിൾ സൈഡഡ് ടേപ്പിൻ്റെ ഹോൾ പോയിൻ്റ് മനസ്സിലായത്. ഞാനിത് വാങ്ങിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ റിബണൊക്കെ അത് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ റിബൺ ഇങ്ങനെ അഴിഞ്ഞു പോവേ ഇടയ്ക്ക് പോവേ അങ്ങനെയൊന്നും പോകത്തില്ല. അങ്ങനെ ഞാൻ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതിങ്ങനെ സൺലൈറ്റൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നേരിട്ട് കാണാൻ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പോൾ അൽഫി ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3-4 സ്റ്റോപ്പ് ഉണ്ട് അൽഫി നിൽക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഓട്ടോയിൽ പോയി. എന്തായാലും ഇതുകൊണ്ട് നമുക്ക് ബസ്സിനൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അവരെയും പിക്ക് ചെയ്ത് നമ്മളിപ്പോൾ വഴി നിൽക്കുവാണ്. നമ്മളൊരു സ്റ്റോറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അരുവിനോട് പറയാൻ. ഞാൻ പറഞ്ഞു വഴി എത്തിയപ്പോൾ എൻ്റെ ചെരുപ്പ് പൊട്ടി, നീ ഒരു ചെരുപ്പായിട്ട് വരുമോ, ഞാനിവിടെ പോസ്റ്റാണ്, എനിക്ക് നടന്നു വരാൻ പറ്റത്തില്ല ചെരുപ്പില്ലാതെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ചെരുപ്പും കൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് ഒളിച്ചിരിക്കുവാണ്. വന്നപ്പോൾ തന്നെ ഇവിടെ കരച്ചിലും വീഴ്ചലൊക്കെ ആയിരുന്നു. സ്വാഭാവികം, ഞാനത് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നലെ വെളുപ്പിനെ വരെ ഇവർ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ടൊരു ഹിൻഡ് പോലും അവരൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്തായാലും ഇവിടെ വന്ന് ഇതൊരു സർപ്രൈസ് ഒന്നും തരും എന്നൊന്നും അവൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടിട്ട് അങ്ങോട്ട് കരഞ്ഞു പോയി. നോക്ക്, എന്തായാലും അൽഫിയുടെ ഒരു ആഗ്രഹം തന്നെ ആയിരുന്നു ഇത് നേരിട്ട് വന്ന് കൊടുക്കണം എന്നുള്ള കാര്യം. അതെന്തായാലും സക്സസ് ആയി. ഇത് ഒറ്റ മൈൻഡിൽ വന്ന കേട്ടോ ഇവർ. ഇന്നലെ രാത്രി നമ്മൾ പ്ലാൻ ചെയ്തു, രാവിലെ അവർ വന്നു. അവർ വരും എന്നുള്ളത് പ്ലാനിൽ ഉണ്ടായിരുന്നേ ഇല്ല. എന്തായാലും നമ്മുടെ സർപ്രൈസൊക്കെ സക്സസ് ആയി. അരു നല്ല ഇമോഷണലായി, സർപ്രൈസ്ഡായി, ഹാപ്പിയായി, ഒരു മിക്സഡ് സ്റ്റേറ്റ് ഓഫ് ഇമോഷൻസിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനും നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ തറവാട്ടിലേക്കൊക്കെ പോയി. എന്നിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ബൊക്കയുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഒരു റെഡിയായിട്ട് നമ്മൾ പുറത്ത് വന്നു. ഈ ഒരു ലൊക്കേഷനിൽ നിന്നാണ് നമ്മൾ എപ്പോഴും നമ്മുടെ റീൽസൊക്കെ എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലിടാൻ. അപ്പോൾ നമ്മളങ്ങനെ നല്ല സൺലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം വന്നു, അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു.
പിന്നെ നമ്മളെല്ലാവരും കൂടി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ അധികം ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. ഹായ് പറയൂ. ഹായ്, ഞാൻ ഇത് കൊടുക്കട്ടെ. ഇങ്ങനെ ഹാപ്പി 19. താങ്ക് യു ബേബി. സ്നേഹം സ്നേഹം മാത്രമല്ല മുള്ള സ്ക്യൂവറാണ്. അങ്ങനെ ഞാൻ എൻ്റെ കൊമ്പന് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. 19 ബർത്ത്ഡേ ഗിഫ്റ്റ്. കുറച്ച് ലേറ്റ് ആയി പോയെങ്കിലും ഐ തിങ്ക് ഐ മെയ്ഡ് ഇറ്റ് സ്പെഷ്യൽ. യെസ് യു ഡിഡ്. യു ഒബ്വിയസ്ലി ഡിഡ്. സർപ്രൈസ് ആയല്ലോ. ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാൻ കരഞ്ഞു ഗൈസ്, സർപ്രൈസ് ആയിട്ട്. ഇതിനെയും പ്രതീക്ഷിച്ചില്ല, ഇതിനെയും പ്രതീക്ഷിച്ചില്ല, ഇതിനൊട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാം വളരെ പെട്ടെന്ന്. പക്ഷെ ബെസ്റ്റ് സർപ്രൈസ് എവർ. എൽഫിക്ക് സമാധാനമായോ? അതായിരുന്നു എൻ്റെ ഏക ടെൻഷൻ. ഇനി ഞാൻ UK വരും. പൈസ മാത്രമേ ഫ്ലൈറ്റിലൊക്കെ കയറി 12-18 മണിക്കൂറത്തെ ഫ്ലൈറ്റ്. അപ്പൊ കുഴപ്പമില്ല. പോവാം ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ്. അപ്പോഴത്തേക്കും അടുത്ത ക്രൈയിങ് സെഷൻ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഹയർ സ്റ്റഡീസിന് പോവുകയാണ്. 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ ഉണ്ടാകുമോ, അതോ ഈ ഫ്രണ്ട്ഷിപ്പ് വിട്ടു പോകുമോ എന്നൊക്കെ പറഞ്ഞ് അൽഫി കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ കരച്ചിലും സമാധാനിപ്പിക്കലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നേരം ആ പൊരി വെയിലത്ത് നിന്നു. ഫൈനലി ക്രൈയിങ് സെഷനൊക്കെ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങി. അപ്പോൾ ഞാനിന്ന് 3 കാര്യങ്ങളിലായിരുന്നു മെയിനായിട്ടും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം ഓഫ് കോഴ്സ് ബുക്ക് ബൊക്കെ തന്നെയായിരുന്നു. കുറേ നാളായിട്ട് ഞാനിങ്ങനെ ബക്കറ്റ് ലിസ്റ്റിലിട്ട് വെച്ചേക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു. അതായത് എൻ്റെ സ്മോൾ ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അരുവിനോട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിക്കുമായിരുന്നു, നമുക്ക് എപ്പോഴാണ് ഇനിയൊരു ബുക്ക് ബൊക്കെയൊക്കെ ഓർഡർ കിട്ടുന്നത്. എന്തായാലും അതെനിക്ക് ടിക്ക് ഓഫ് ചെയ്യാൻ പറ്റി. പിന്നെ രണ്ടാമത്തെ എക്സൈറ്റിംഗ് ഫാക്ടർ ഈ ഇരിക്കുന്ന അൽഫ് തന്നെയാണ്. കാരണം അൽഫിനെ ഞാൻ കണ്ടിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടുണ്ടായിരുന്നു. അരുവിൻ്റെ 18th ബർത്ത്ഡേക്കാണ് ഞാൻ അൽഫിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് നമ്മളെല്ലാവരും കൂടി എൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്നൊന്നും ആൾക്കാരായിട്ട് കണക്റ്റ് ആവാൻ പറ്റാറില്ല. പക്ഷേ അൽഫിനായിട്ട് ഞാൻ പെട്ടെന്ന് കണക്റ്റ് ആവുകയും ചെയ്തു. എന്താണെന്നറിയില്ല, എനിക്കൊരു സിസ്റ്റർലി ഫീല് തുടക്കം തൊട്ടേ കിട്ടിത്തുടങ്ങി. പിന്നെ മൂന്നാമത്തെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇത് റിസീവ് ചെയ്യുമ്പോൾ അരുവിനുണ്ടാവുന്ന ഹാപ്പിനെസ്. അതെനിക്കൊന്ന് വിറ്റ്നസ് ചെയ്യണമായിരുന്നു. കാരണം ഫ്ലവേഴ്സും ബുക്സും അവൻ അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു ബൊക്കയിൽ ഇൻക്ലൂഡ് ചെയ്ത് കിട്ടുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ്, അത് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തായാലും അതൊക്കെ സക്സസ് ആയി. ഇതാണ് ആദി. ഇത് എൻ്റെ അരുവിൻ്റെയും ഒരേ ഒരു അനിയത്തിയാണ്. അതിൻ്റെ ഒരു ജാടയൊക്കെ അവനുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ ടാഗിലാണ് വന്നത്. എൻ്റെ ഫേവറേറ്റ് മന്തിയാണ് ഇവിടുത്തെ പെരി പെരി അൽഫാം മന്തി. ഞാൻ ആകെ കഴിക്കുന്ന ഒരു മന്തിയും കൂടി ആയിരുന്നു ഇത്. കുറേ നാളായിട്ട് ഞാൻ ഇത് തന്നെ വന്ന് കഴിക്കുമായിരുന്നു. എന്താണെന്നറിയാൻ പാടില്ല, ഒരു കംഫർട്ട് ഫുഡാണ് എൻ്റെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്കാൻഡിയിലേക്കാണ് വന്നത്. നമ്മളെല്ലാവരും ഐസ് ക്യാൻഡിയൊക്കെ വാങ്ങിച്ചു. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അവർ പോകുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും ഒന്നും കൂടെ കൂടണം എന്നുണ്ട്. എപ്പോൾ എവിടെ വെച്ച് എന്നൊന്നും അറിയില്ല. എന്തായാലും പ്ലാനിങ് ഒക്കെ ഭയങ്കര തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ അൽഫിയുടെ 2 മാസത്തെ പ്ലാനിങ് ആണെന്ന് സക്സസ്ഫുൾ ആയത്. നമ്മൾ ഫസ്റ്റ് ബുക്ക് ഓർഡർ ചെയ്തു, അത് ഡാമേജ് ആയിരുന്നു. പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു, പിന്നെ രണ്ടാമത് വന്നു. എല്ലാം കൂടി ഒരു 20 ദിവസത്തെ ഒരു ടൈം എടുത്തിട്ടുണ്ടായി. അതാണ് നമ്മുടെ സർപ്രൈസിന് അത്ര ഡിലേ വന്നത്. ഇതാണ് ഫൈസോ. നമ്മളെന്തായാലും അന്ന് കണ്ടു, അന്ന് തന്നെ നല്ല കമ്പനി ആയിരുന്നു. അങ്ങനെ ഫൈനലി ഇവർക്ക് പോകാനുള്ള ടൈമായി. ഇവർ പോയി. സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അൽഫി ഓൾമോസ്റ്റ് ഇപ്പം കരയും എന്നും പറഞ്ഞിരിക്കുമായിരുന്നു. കുറേ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പാടുപെടുന്നുണ്ടായിരുന്നു. സദാ ഞാൻ അറിയാലോ നെക്സ്റ്റ് മന്ത് അറിയാലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ചെയ്തതിൽ തന്നെ ഏറ്റവും വലിയൊരു വ്ളോഗാണിത്. ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതുവരെ കണ്ട എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ.